ഭയം എന്നുള്ളൊരു വികാരം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്? അത് ഒഴിവാക്കാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം വിശദീകരിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഭയം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാകും. ഇപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു 50 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 20ാമത്തെ വയസ്സിൽ, അതായത് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോവുകയാണ്. അദ്ദേഹത്തിന് മലയാളമല്ലാതെ മറ്റ് ഭാഷകളൊന്നും തന്നെ അറിയില്ല. അങ്ങനെ ബാംഗ്ലൂരെത്തി, മഹാനഗരം ഗ്രാമപ്രദേശത്ത് നിന്ന് പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആകെ കൺഫ്യൂഷനായി. ഒരു റൂം എടുക്കണം, പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ. പക്ഷേ ഭാഷ അറിയില്ല. കാണുന്നതെല്ലാം കന്നഡയും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുന്ന മനുഷ്യരെയാണ്. ടെൻഷനായി. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ അവസാനം ഒരു വൈകുന്നേര സമയത്ത് ഒരു ചായക്കടയിൽ വെച്ചിട്ട് ഒരു മലയാളിയെ പരിചയപ്പെടുകയാണ്. മരുഭൂമിയിൽ മഴ പെയ്ത പോലുള്ള അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭയങ്കരമായ സന്തോഷം തോന്നി. ആ മലയാളിയും ബാംഗ്ലൂർ ആദ്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഭാഷാപരമായിട്ട് ഇദ്ദേഹത്തെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തെ സുഹൃത്താക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു റൂം എടുക്കേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. അന്ന് അവിടെ തങ്ങുന്നു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നു. അത്രയും നേരം എൻ്റെ ഈ സുഹൃത്തിൻ്റെ മനസ്സിൽ ഭയം ഉണ്ടായിട്ടില്ല. പക്ഷേ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാൻ കാണിച്ചത് എത്ര വലിയ വിഡ്ഢിത്തമാണ്. യാതൊരു പരിചയവുമില്ലാത്ത ഒരാളെ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്, ഒരു ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന് ആർക്കറിയാം? ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിലുണ്ടാവാൻ തുടങ്ങി. അതോടുകൂടി അദ്ദേഹത്തിന് മുഴുവൻ കോൺഫിഡൻസും പോയി. രാത്രിയിൽ ബെഡ് ലാമ്പിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം തൻ്റെ മുറിയിൽ തന്നോടൊപ്പം കിടന്നുറങ്ങുന്ന സുഹൃത്തിനെ ശ്രദ്ധിച്ചപ്പോൾ ഭയാശങ്ക വർദ്ധിച്ചു. കാരണം അദ്ദേഹവും ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു. കുറച്ച് പണം കയ്യിലുണ്ട്. ആദ്യമായിട്ട് ജോലിക്ക് പോവുകയായതുകൊണ്ട് വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കൊടുത്ത കുറച്ച് പണം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഈ പണം കവരുമോ? ഒരു ഗോൾഡ് ചെയിനുണ്ട് കയ്യിൽ, ഇത് കവരുമോ? ഈ തരത്തിലുള്ള ചിന്തകൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന സമയത്ത് ആ ടെൻഷൻ കൂടിയിട്ട് ഉറങ്ങാൻ പറ്റാതെ ആ രാത്രി മുഴുവൻ കിടന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പക്ഷേ ഒരു കുഴപ്പവുമില്ലാതെ ആ രാത്രി കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഉണർന്നെണീറ്റപ്പോൾ വളരെ ക്ഷീണം, ഇൻ്റർവ്യൂവിന് പോകേണ്ടതാണ്. വല്ലാതിരിക്കുന്ന കണ്ട് സുഹൃത്ത് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സത്യം തുറന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അവിശ്വസിച്ചു, നിങ്ങളെ പരിചയമില്ലല്ലോ, നിങ്ങൾ വല്ല കള്ളനോ ദുഷ്ടനോ കൊലപാതകയോ ആണോ എന്ന് ഞാൻ ഭയന്നു, അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. സുഹൃത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഭയമൊന്നുമില്ലായിരുന്നു, ഞാൻ സുഖമായിട്ട് ഉറങ്ങിയേനെ. പക്ഷേ രാത്രിയിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന കണ്ടപ്പോൾ എൻ്റെയും ആത്മവിശ്വാസം പോയി. ഞാൻ നിങ്ങളെയും സംശയിച്ചു, നിങ്ങൾ ഈ പറഞ്ഞൊക്കെ കള്ളത്തരമാണോ എന്ന് ഞാൻ ചിന്തിച്ചു, ഞാനും ഉറങ്ങിയില്ല എന്ന്. ഈ സംഭവത്തിലെ പ്രതികൾ ആരാണ്? പ്രതികൾ ആരായാലും ശരി, ഇരകൾ ഇവർ രണ്ടുപേരുമാണ്. ഇവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഹോട്ടലിൽ റൂം എടുത്തത്. ഉറങ്ങണ്ടായിരുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെ, റെയിൽവേ സ്റ്റേഷനിൽ സമയം ചെലവഴിച്ചാൽ പോരെ. റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയാലും ഇതിൽ കൂടുതൽ സുഖകരമായ ഉറക്കം കിട്ടിയേനെ, ഇല്ലേ? അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഹോട്ടൽ റൂം എടുത്തത്. ഇവരുടെ കയ്യിലെ പണം പോയത് മാത്രം മിച്ചം. രണ്ടുപേർക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഇരകൾ ഇവർ രണ്ടുപേരുമാണ്. പ്രതികൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിലുണ്ടായ സംശയമാണ്. ആ സംശയം ഉണ്ടാവാനുള്ള കാരണം ഇവർ പരസ്പരം അറിയില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഭയം ജനിക്കുന്നത് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളിലാണ്. നമുക്ക് ഭയം ജനിക്കുന്നത് അറിവും വിശ്വാസവും ഇല്ലെങ്കിൽ ഉറപ്പായി അവിടെ നമുക്ക് ഭയമുണ്ടാകും. രാത്രിയെ നമ്മൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? രാത്രിയിൽ ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിയില്ല, ചുറ്റുപാടും എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് അവിശ്വാസം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഭയമുണ്ടാകും. ആനയെ നിയന്ത്രിക്കുന്ന ആനപ്പാപ്പാനെ കണ്ടിട്ടില്ലേ? ആനയ്ക്ക് മദം പൊട്ടുന്ന സമയത്ത് നമ്മളെല്ലാം എന്ത് ചെയ്യും? അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആനയുടെ പാപ്പാന്മാർ മദം പൊട്ടി നിൽക്കുന്ന ആനയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഓടി രക്ഷപ്പെടാനല്ല അവർ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരാണ്. വ്യത്യാസം ഒന്ന് മാത്രമാണ്, അവർക്ക് ആനയെപ്പറ്റി അറിയാം, ആനയുടെ മനഃശാസ്ത്രം അറിയാം, ആനയുടെ ചട്ടങ്ങൾ അറിയാം, അവർക്ക് ആനയുടെ കാര്യത്തിൽ അറിവുണ്ട്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുന്നത്. വാവാ സുരേഷ് പാമ്പിനോടൊപ്പം കളിക്കുന്നത് കണ്ടിട്ടില്ലേ? നാം പത്തി വിരിച്ചു നിൽക്കുന്ന മൂർഖൻ പാമ്പിനെ കാണുമ്പോൾ നാം ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തെ പോലെ പാമ്പ് എന്നെ പിടിക്കാൻ കഴിവുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നത്. കാരണം അവർക്ക് പാമ്പിനെ പറ്റി അറിയാം, അവർക്ക് അവരിൽ കോൺഫിഡൻസ് ഉണ്ട്, വിശ്വാസമുണ്ട്.
അപ്പോൾ നമുക്ക് ഭയം, ഏത് കാര്യത്തിലും ഭയം ഇല്ലാതാക്കാൻ വേണ്ടി ചില ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ഭയം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതിനകത്ത് ആദ്യം നമുക്ക് വേണ്ടുന്നൊരു കാര്യം സെൽഫായിട്ട് നമുക്കൊരു അവയർനെസ് ഉണ്ടാകണമെന്നുള്ളതാണ്. നമ്മളെപ്പറ്റി നമുക്ക് ശരിയായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഭയത്തെ വിജയിക്കാൻ വേണ്ടി, തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട ഒരു ഗുണമാണ്. നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്, എന്തൊക്കെ കഴിവുകേടുണ്ട്, നമുക്ക് ഏതൊക്കെ കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്, ഏതൊക്കെ കാര്യത്തിൽ ആത്മവിശ്വാസമില്ല, ഏതൊക്കെ കാര്യത്തിൽ നമുക്ക് ഭയമുണ്ട് എന്നുള്ള കാര്യം നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിനെ അതിജീവിക്കാൻ നാം സ്വീകരിക്കേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്, നമ്മൾ ആ ഫിയറിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം. ഭയം ഓടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ചിലർക്ക് ഉയരത്തിൽ കയറുന്നത് ഭയമാണ്, ഉയരമുള്ള സാഹചര്യങ്ങൾ ഭയമാണ്. ആ ഭയം ഒഴിവാക്കാൻ ഉയരത്തിൽ കയറുക തന്നെ ഉള്ളു പോകും വഴി, കയറാൻ തയ്യാറാകണം. ചിലർക്ക് പബ്ലിക് സ്പീക്കിംഗ് ഭയമാണ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സംസാരിക്കാൻ വേണ്ടി തയ്യാറാവണം. മടിച്ച് പിന്മാറിയാൽ ഒരിക്കലും അവർക്ക് ആ ഒരു ഭയം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ചിലർ കാണാൻ വയ്യ, വീട്ടിൽ കാറുണ്ടാകും, സ്കൂട്ടർ ഉണ്ടാകും, ബൈക്ക് ഉണ്ടാകും, പക്ഷെ ഡ്രൈവിംഗ് അറിയില്ല. പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവർ ആ ഭയം കൊണ്ട് അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഭയം കൊണ്ട് ഒഴിവാക്കിയാൽ ഒരിക്കലും അവർക്ക് ഡ്രൈവിംഗ് പരിശീലിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ ഫിയർ ഉള്ളത് അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് നാം സ്വീകരിക്കേണ്ട ഒരു കാര്യം. മൂന്നാമത്, നമുക്ക് ആ വിഷയത്തിലുള്ള നോളജ് വർദ്ധിപ്പിക്കുക, നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുക, നമ്മളുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ അറിവും എക്സ്പീരിയൻസും വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കും, നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. അങ്ങനെ നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്താൽ തീർച്ചയായിട്ടും ഏത് ഭയമുള്ള സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സപ്പോർട്ട് തേടണമെങ്കിൽ അത് തേടുക. പോസിറ്റീവായി നിങ്ങളുടെ പ്രശ്നം പറയുമ്പോൾ അതിന് പരിഹാരം പറഞ്ഞു തരാൻ പറ്റുന്ന സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ സഹായം തേടാം. ഇനി മനഃശാസ്ത്രപരമായി ഒരു രോഗാവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ചില ഭയം ആ തരത്തിലുണ്ടാകുന്നതാണ്, ചെറിയ തരത്തിലുള്ള ഭയമല്ലത്. അത് ഈ തരത്തിലുള്ള ഉപദേശങ്ങൾ കൊണ്ടൊന്നും അതിനെ അതിജീവിക്കാൻ കഴിയില്ല. അതിന് വൈദ്യശാസ്ത്രപരമായിട്ട് വിദഗ്ധരായ വൈദ്യശാസ്ത്ര ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മനഃശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ സഹായം തേടുക എന്നുള്ളതാണ് അത് പരിഹരിക്കാനുള്ളൊരു മാർഗം. ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കുക, നമ്മളുടെ ജീവിതത്തിൽ പുതുതായി ഇന്ന് വരെ നാം ചെയ്തിട്ടില്ലാത്ത ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി നാം ശ്രമിച്ചാലും നമ്മുടെ മനസ്സിൽ ഭയമുണ്ടാകും. ആ ഭയം ആ കാര്യം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, നമുക്ക് ആത്മവിശ്വാസം നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വളരാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ ഭയത്തെ അതിജീവിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ, നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഉള്ള ഭയം നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. പിന്തിരിയാതെ ഭയമുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് അതിനെ അതിജീവിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ ഏത് കാര്യത്തിലുള്ള ഭയവും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.